ബൈബിളിലെ ദൈവത്തിൻ്റെ മഹാരഥന്മാർ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിളിലെ പുരുഷ കഥാപാത്രങ്ങളുടെ ജീവിതത്തെ ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ബൈബിളിലെ ദൈവത്തിൻ്റെ മഹാരഥന്മാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് മിസ്രൈമിലെ പിതാവായിരുന്ന ജോസഫിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പൂർവ്വപിതാവായ യാക്കോബിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു ജോസഫ്. തൻ്റെ അമ്മാവനായ ലാബാൻ്റെ ഇളയ മകളായ റെബേക്കയിൽ നിന്ന് യാക്കോബിന് ജനിച്ച മകനാണ് ജോസഫ്. ജോസഫ് ജനിച്ചു കഴിഞ്ഞപ്പോൾ സ്വഭവനത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് യാക്കോബ് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട മക്കളുമായിട്ട് യാക്കോബ് തിരികെ തൻ്റെ ഭവനത്തിലേക്ക് വന്നു. ജോസഫ് ഏറെ നന്മയുള്ളവനും ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവനും അനുഗ്രഹിക്കപ്പെട്ടവനുമായിരുന്നു. യാക്കോബിന് തൻ്റെ സന്താനങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ജോസഫ്. തൻ്റെ സഹോദരങ്ങളുടെ ജീവിത ദൂഷ്യങ്ങളെക്കുറിച്ചും പ്രവൃത്തി ദോഷങ്ങളെക്കുറിച്ചുമൊക്കെ ജോസഫ് തൻ്റെ പിതാവിനെ അറിയിച്ചിരുന്നു. അതിനാൽ തന്നെ സഹോദരങ്ങൾക്ക് ജോസഫിനോട് വൈരാഗ്യവും ദേഷ്യവുമായിരുന്നു. കാരണം തങ്ങളെക്കാൾ ഏറെ തങ്ങളുടെ പിതാവ് ജോസഫിനെ സ്നേഹിക്കുന്നു. തങ്ങളോട് പക്ഷം ചേരാതെ, തങ്ങളുടെ പ്രവൃത്തികളിൽ പങ്കുചേരാതെ ജോസഫ് മാറി നിൽക്കുന്നു. ഈ രണ്ടു കാരണങ്ങളാൽ സഹോദരങ്ങൾ ജോസഫിനെ വെറുക്കുകയും അവനെ അകറ്റി നിർത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ സഹോദരങ്ങളോട് ജോസഫ് പറയുന്നത്, ഞാനൊരു സ്വപ്നം കണ്ടു. നമ്മൾ ഒരുമിച്ച് കറ്റ വെട്ടാനായിട്ട് പോയി. പെട്ടെന്ന് എൻ്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുകയും നിങ്ങളുടെ കറ്റകൾ എൻ്റെ കറ്റയെ മാനിക്കുകയും ചെയ്തു. രണ്ടാമത് ഒരു സ്വപ്നം കൂടി ജോസഫ് തൻ്റെ സഹോദരങ്ങളോട് പറയുകയാണ്. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ വണങ്ങുന്നു. ജോസഫിനോട് അവൻ്റെ സഹോദരങ്ങൾക്ക് ഏറെ ദേഷ്യമാണ്. അങ്ങനെ ദേഷ്യത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും അവസ്ഥയിലിരിക്കുമ്പോഴാണ് ഈ സ്വപ്നങ്ങൾ ജോസഫ് അവരോട് വിവരിക്കുന്നത്. അപ്പോൾ ദേഷ്യപ്പെട്ട് അവർ ചോദിച്ചു, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ നിനക്ക് ദാസ്യവൃത്തി ചെയ്യുമെന്നാണോ? ഞങ്ങൾ നിന്നെ ബഹുമാനിക്കുകയും ഞങ്ങൾ നിനക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യും എന്നാണോ? ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുവാനും ദൈവിക വെളിപാടുകൾ തിരിച്ചറിയുവാനുമുള്ള അനുഗ്രഹം ലഭിച്ച ജോസഫ് ഒരക്ഷരവും മിണ്ടാതെ അവരുടെ കൂടെ നിന്നു. ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ സഹോദരനായ ജോസഫിനെ വകവരുത്തുവാനും അവനെതിരെ പ്രവർത്തിക്കുവാനുമായിട്ട് സഹോദരങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവർക്കൊരു അവസരം വരികയാണ്. യാക്കോബ് തൻ്റെ മകനായ ജോസഫിനെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, നിൻ്റെ സഹോദരങ്ങൾ ആട് മേയ്ക്കാനായിട്ട് പോയിരിക്കുകയാണ്. അവർ പോയിട്ട് കുറച്ച് ദിവസമായി. അവരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല. അവരെവിടെയാണെന്ന് പോയി അന്വേഷിച്ച് വരിക. യാക്കോബ് പറഞ്ഞതനുസരിച്ച് ജോസഫ് തൻ്റെ സഹോദരങ്ങളെ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. ജോസഫ് വരുന്നതായിട്ട് ദൂരെ നിന്ന് കണ്ട സഹോദരങ്ങൾ അവനെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ആലോചിക്കുകയായിരുന്നു. സഹോദരങ്ങൾ ഒരുമിച്ച് അവനെ വധിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ റൂബൻ പറഞ്ഞു, കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്. രക്തം ചിന്തുന്നത് ശരിയല്ല. നമുക്ക് ഈ പൊട്ടക്കിണറ്റിൽ അവനെ ഉപേക്ഷിക്കാം. അവനെ മർദ്ദിക്കുകയോ അവനെ വേദനിപ്പിക്കുകയോ ചെയ്യരുത്. കാരണം അവനും നമ്മുടെ മാംസത്തിൽ നിന്നുള്ള ആളാണ്. അവൻ്റെ രക്തവും നമ്മുടെ രക്തം തന്നെയാണ്. ഇത് സഹോദരങ്ങൾ സ്വീകരിക്കുകയും മരുഭൂമിയിലുണ്ടായിരുന്ന ഒരു കുഴിയിലേക്ക് ജോസഫിനെ തള്ളിയിടുകയും ചെയ്തു. അവർ ജോസഫിൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റിയിട്ടാണ് അവനെ ആ കുഴിയിൽ തള്ളിയിട്ടത്. കാരണം ഈ വസ്ത്രങ്ങൾ തങ്ങളുടെ പിതാവിനെ കാണിച്ചിട്ട് ജോസഫിനെ വന്യമൃഗം പിടിച്ചു എന്ന് പറയുവാനാണ് അവർ തീരുമാനിച്ചിരുന്നത്. അവർ മുന്നോട്ട് നടക്കുമ്പോൾ ഈജിപ്തിൽ നിന്നുള്ള കച്ചവടക്കാരെ കാണുന്നു. അങ്ങനെ ഒരു ഉപായം തോന്നിയിട്ട് ഈ കുഴിയിൽ നിന്ന് ജോസഫിനെ കയറ്റി 20 വെള്ളി നാണയത്തുട്ടുകൾക്ക് ഈജിപ്തിലെ കച്ചവടക്കാർക്ക് ജോസഫിനെ അവർ വിറ്റു.
അവർ തങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് രക്തം പുരട്ടിയ ജോസഫിൻ്റെ വസ്ത്രം കാണിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ തിരികെ വരുമ്പോൾ ജോസഫിൻ്റെ ഈ വസ്ത്രം മാത്രമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അവനെ ഏതോ വന്യമൃഗം പിടിക്കുകയും അവനെ ഭക്ഷിക്കുകയും ചെയ്തു. തൻ്റെ മകൻ്റെ അതിദാരുണമായ മരണവാർത്ത സഹോദരങ്ങൾ അറിയിച്ചത് കേട്ടിട്ട് യാക്കോബ് അലറിക്കരഞ്ഞു. ഏറെ ദുഃഖത്തോടെയും വലിയ പ്രലാപത്തോടെയും തൻ്റെ കിടക്കയിൽ അമർന്നുകൊണ്ട് യാക്കോബ് വേദനയോടെ കരഞ്ഞ് തൻ്റെ മകനെ ഓർത്ത് വിലപിച്ചു. അങ്ങനെ ശോകാദ്രമായ ഒരു സാഹചര്യം ജോസഫിൻ്റെ ഭവനത്തിൽ രൂപപ്പെട്ടു. എന്നാൽ ജോസഫിനെ സഹോദരങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റുകഴിഞ്ഞപ്പോൾ ഈ കച്ചവടക്കാർ ജോസഫിനെ പൊത്തീഫറിൻ്റെ ഭവനത്തിൽ അടിമയായിട്ട് വിറ്റു. അങ്ങനെ പൊത്തീഫറിൻ്റെ ഭവനത്തിൽ അവൻ്റെ അടിമയായിട്ട് ജോസഫ് താമസിക്കുമ്പോൾ വചനം സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: ജോസഫിനെ ഓർത്ത് ദൈവം ആ ഭവനത്തെ അനുഗ്രഹിച്ചു. കാരണം ജോസഫിൻ്റെ സ്വഭാവ സവിശേഷതകളും ദൈവത്തോടുള്ള വിധേയത്വവും വിശ്വസ്തതയും അത്രമേൽ ശ്രേഷ്ഠമായിരുന്നു. അങ്ങനെ പൊത്തിഫർ ജോസഫിനെ തൻ്റെ ഭവനത്തിൻ്റെ എല്ലാം അധികാരിയായിട്ട് നിയമിച്ചു. ഏറെ നാൾ പൊത്തീഫറിനെ ശുശ്രൂഷിച്ചുകൊണ്ട് പൊത്തീഫറിന് സേവനം ചെയ്തുകൊണ്ട് ജോസഫ് അവൻ്റെ ഭവനത്തിൽ ആയിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം പൊത്തീഫറിൻ്റെ ഭാര്യയ്ക്ക് സുന്ദര ദൃഢഗാത്രനായ ജോസഫിൽ ഒരു അനുരാഗം തോന്നുന്നു. ജോസഫിനോടൊപ്പം പാപം ചെയ്യുവാനായിട്ട് അവൾ അതിയായിട്ട് ആഗ്രഹിച്ചു. പല പ്രാവശ്യം അവളുടെ പെരുമാറ്റം കൊണ്ട്, പല പ്രാവശ്യം അവളുടെ സാഹചര്യങ്ങളിൽ ശൈലികൾ കൊണ്ട് ജോസഫിനെ വശീകരിക്കാനായിട്ട് അവൾ പരിശ്രമിച്ചു. എന്നാൽ തൻ്റെ ദൈവത്തോടുള്ള വിശ്വസ്തതയും തൻ്റെ ദൈവത്തോടുള്ള വിധേയത്വവും യജമാനനോടുള്ള സ്നേഹവും ഈ പാപത്തിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് ജോസഫിനെ സഹായിച്ചു. അങ്ങനെ ഒരു ദിവസം ജോസഫ് തൻ്റെ മുറിയിലായിരിക്കുമ്പോൾ പൊത്തീഫറിൻ്റെ ഭാര്യ അവനെ കടന്നു പിടിച്ചു. തൻ്റെ യജമാനൻ്റെ ഭാര്യ തന്നെ കടന്നു പിടിച്ചപ്പോൾ ജോസഫ് പെട്ടെന്ന് അവളുടെ പിടുത്തം വിടിവിച്ച് തൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി. ജോസഫിൻ്റെ മേൽവസ്ത്രം അവൾ കൈക്കലാക്കി. തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാത്ത ജോസഫിനോട് ദേഷ്യവും വെറുപ്പും തോന്നിയ പൊത്തീഫറിൻ്റെ ഭാര്യ വലിയ ബഹളം അവിടെ ഉണ്ടാക്കി. ജോസഫിൻ്റെ യജമാനനും തൻ്റെ ഭർത്താവുമായിരുന്ന പൊത്തീഫറിനോട് അവൾ ഇപ്രകാരം പറഞ്ഞു: നീ കൊണ്ടുവന്ന ഹെബ്രായക്കാരൻ എന്നെ അപമാനിക്കുവാനായിട്ട് പരിശ്രമിച്ചു. അവൻ എൻ്റെ മുറിയിലേക്ക് കടന്നു വരികയും എൻ്റെ ശരീരത്തിൽ കൈകൾ വയ്ക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ അലറിക്കരഞ്ഞപ്പോൾ എൻ്റെ ബഹളം കേട്ട് മറ്റുള്ളവർ ഓടിക്കൂടുന്നത് കണ്ട് അവൻ എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി. അപ്പോൾ അവൻ്റെ മേലങ്കി എനിക്ക് ഇവിടെ വീണ് കിട്ടി. ഇതാണ് അവൻ എന്നെ ഉപദ്രവിക്കാനായി വന്നു എന്നുള്ളതിൻ്റെ തെളിവ്. പൊത്തീഫറിനെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കുവാൻ സാധിക്കാത്ത ഒരു തിന്മയായിരുന്നു. കാരണം തൻ്റെ ഭവനത്തിൽ എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ മേൽനോട്ടവും നൽകിക്കൊണ്ടാണ് ജോസഫിനെ അവൻ ചേർത്ത് നിർത്തിയത്. ജോസഫ് തന്നെ ചതിച്ചു എന്ന് വിചാരിച്ച് പൊത്തീഫർ ജോസഫിനെ കാരാഗൃഹത്തിൽ ആക്കി. അങ്ങനെ കാരാഗൃഹത്തിൽ ജീവിക്കുമ്പോൾ രാജാവിൻ്റെ പാനപാത്ര വാഹകനെയും രാജാവിൻ്റെ പാചക പ്രമാണിയെയും ജോസഫ് കണ്ടുമുട്ടുകയാണ്. ഏറെ വ്യസനിച്ച് ആ കാരാഗൃഹത്തിൽ താമസിക്കുന്ന അവരോട് ജോസഫ് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ അവർ ജോസഫിനോട് പറഞ്ഞു, രാജാവിനെതിരെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവരാണ് ഞങ്ങൾ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്തെന്നറിയാതെ ഞങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ ജോസഫ് അവരോട് ചോദിച്ചു, നിങ്ങൾ കണ്ട സ്വപ്നം എന്താണ്? പാനപാത്ര വാഹകൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ കണ്ടത് മുന്തിരി വള്ളികളിൽ 3 ശാഖകളുണ്ടാകുകയും ആ ശാഖകൾ പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും അതിൽ നിന്ന് മുന്തിരി പറിച്ച് വീഞ്ഞുണ്ടാക്കി രാജാവിൻ്റെ പാനപാത്രത്തിൽ ഒഴിച്ച് ഞാൻ അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ ജോസഫ് പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, അങ്ങ് കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്
പെട്ടെന്ന് മുളയ്ക്കുന്ന 3 ശാഖകൾ, അത് 3 ദിനങ്ങളാണ്. 3 ദിവസത്തിനുള്ളിൽ രാജാവ് ഈ തുറങ്കലിൽ നിന്ന് അങ്ങയെ വിടുവിക്കുകയും വിധി പ്രസ്താവിച്ച് അങ്ങയെ സ്വതന്ത്രനാക്കി രാജാവിൻ്റെ പാനപാത്രവാഹകനായി വീണ്ടും നിയമിക്കുകയും ചെയ്യും. പാനപാത്രവാഹകൻ്റെ സ്വപ്നം ജോസഫ് നിവർത്തിച്ച് കൊടുക്കുന്നത് കേട്ടിട്ട് പാചക പ്രമാണി പറഞ്ഞു, ഞാനും ഒരു സ്വപ്നം കണ്ടു. എൻ്റെ സ്വപ്നം ഇപ്രകാരമായിരുന്നു. ഞാൻ 3 കുട്ട നിറയെ അപ്പവുമായിട്ട് രാജാവിൻ്റെ സന്നിധിയിലേക്ക് വരികയായിരുന്നു. എന്നാൽ 3-ാമത്തെ കുട്ടയിൽ ഉണ്ടായിരുന്ന മുകൾ വശത്തെ അപ്പം മുഴുവനും പക്ഷികൾ വന്ന് കൊത്തിത്തിന്നു. ഇത് കേട്ടിട്ട് ജോസഫ് പറഞ്ഞു, അങ്ങയുടെ സ്വപ്നത്തിൻ്റെ അർത്ഥം ഇതാണ്. 3 കുട്ടകൾ, അത് 3 ദിവസങ്ങളാണ്. അങ്ങ് രാജാവിനു വേണ്ടി അപ്പം കൊണ്ടുവരുന്നു. ആ അപ്പം പക്ഷികൾ കൊത്തിത്തിന്നുന്നതിൻ്റെ അർത്ഥം 3 ദിവസത്തിനുള്ളിൽ രാജാവ് ഈ തുറങ്കലിൽ നിന്ന് അങ്ങയെ വിടുവിക്കുകയും വിധി പ്രസ്താവിക്കുകയും അങ്ങയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യും. അങ്ങനെ മരത്തിൽ തൂക്കിക്കൊല്ലുന്ന അങ്ങയുടെ ശരീരഭാഗങ്ങൾ പക്ഷികൾ കൊത്തിവലിക്കും. ജോസഫ് എന്നിട്ട് ആ പാനപാത്രവാഹകനോട് പറഞ്ഞു, നല്ല കാലത്ത് എന്നെ ഓർമ്മിക്കണം. എൻ്റെ ഈ കഷ്ടതയുടെ ദിനങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് അങ്ങ് മനസ്സിലാക്കണം. ജോസഫ് ഇവരുടെ സ്വപ്നം നിവർത്തിച്ചു കൊടുത്തതുപോലെ 3 ദിവസത്തിന് ശേഷം പാനപാത്രവാഹകനെ തിരിച്ചെടുക്കുകയും പാചക പ്രമാണിയെ രാജാവ് വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. എന്നാൽ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർത്തില്ല. ജോസഫ് പഴയ പോലെ ആ കാരാഗൃഹത്തിൽ തന്നെ വസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ രാജാവ് ഒരു ദിവസം തൻ്റെ രാജസദസ്സിലെ മന്ത്രിമാരെയും ജ്ഞാനികളെയും പണ്ഡിതന്മാരെയും വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ഞാനൊരു വലിയ സ്വപ്നം കണ്ടു. അതിൻ്റെ അർത്ഥം എന്താണ്? വലിയ പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുവാനായിട്ട് രാജാവ് അനേകരെ ക്ഷണിച്ചു. എന്നാൽ ആർക്കും രാജാവിന് മനസ്സിലാകുന്ന രീതിയിൽ രാജാവിൻ്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിച്ചില്ല. ആ നിമിഷത്തിൽ പാനപാത്രവാഹകൻ ജോസഫിനെ കുറിച്ച് ഓർത്തു. പാനപാത്രവാഹകൻ രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾ കാരാഗൃഹത്തിലായിരുന്നപ്പോൾ ഞങ്ങളോടൊപ്പം ഒരു ഹെബ്രായൻ കാരാഗൃഹത്തിലുണ്ടായിരുന്നു. ആ ഹെബ്രായൻ ഞങ്ങളുടെ സ്വപ്നം വിവർത്തിച്ചു തന്നു. അവൻ പറഞ്ഞതനുസരിച്ച് അങ്ങ് എന്നെ വീണ്ടും കൊട്ടാരത്തിൽ ജോലിക്കാരനായി നിയമിക്കുകയും അവൻ പറഞ്ഞതുപോലെ തന്നെ പാചക പ്രമാണിയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അവന് അങ്ങയുടെ സ്വപ്നത്തിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. ഇത് കേട്ട രാജാവ് ജോസഫിനെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ച് തൻ്റെ സ്വപ്നം ജോസഫിനോട് പങ്കുവച്ചു. ജോസഫ് രാജാവിനോട് പറഞ്ഞു, അങ്ങ് കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം ഇതാണ്. 7 വർഷത്തെ വലിയ സമൃദ്ധിയുടെ ഒരു കാലം ഈജിപ്തിലേക്ക് വരികയാണ്. എന്നാൽ 7 വർഷത്തെ സമൃദ്ധിയുടെ കാലത്തിനു ശേഷം 7 വർഷത്തെ കൊടും വേനലിൻ്റെയും വരൾച്ചയുടെയും വറുതിയുടെയും ഒരു കാലം കൂടി ഈജിപ്ത് രാജ്യത്ത് വരും. അപ്പോൾ ഈ സമൃദ്ധിയുടെ കാലത്തെ ധാന്യ വസ്തുക്കളെ കൃത്യമായി ശേഖരിച്ചു വെക്കുകയാണെങ്കിൽ വരൾച്ചയുടെ കാലത്തെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും. ജോസഫ് തൻ്റെ സ്വപ്നം നിവർത്തിച്ചത് ഏറെ ശരിയാണെന്നും അത് ഉപയോഗപ്രദമാണെന്നും മനസ്സിലാക്കിയ രാജാവ് ജോസഫിനെ തന്നെ തൻ്റെ രാജ്യത്തിൻ്റെ മേൽനോട്ടക്കാരനായിട്ട് നിയമിക്കുകയാണ്. രാജാവ് തൻ്റെ മുദ്രമോതിരം ഊരി അത് ജോസഫിനെ ധരിപ്പിച്ചു. അങ്ങനെ ജോസഫിനെ ദേശത്തിൻ്റെ അധിപതിയായിട്ട് നിയമിച്ചു. ജോസഫ് പറഞ്ഞതുപോലെ 7 വർഷത്തെ അതിസമ്പൽ സമൃദ്ധിയുടെ കാലം ആ രാജ്യത്ത് ഉണ്ടായി. അതിനുശേഷം 7 വർഷത്തെ വരൾച്ചയുടെ കാലവും. ജോസഫിനെ രാജാവ് നിയോഗിച്ചതനുസരിച്ച് സമൃദ്ധിയുടെ കാലത്ത് ജോസഫ് ദേശം മുഴുവനും ചുറ്റി സഞ്ചരിച്ച് എല്ലാ പാണ്ഡികശാലകളിലും ഭക്ഷ്യവസ്തുക്കൾ നിറച്ച് കരുതി വെച്ചു. അങ്ങനെ ജോസഫ് സംഭരിച്ച ഭക്ഷ്യവസ്തുക്കൾ ഈ വരൾച്ചയുടെ കാലത്ത് ആ രാജ്യത്തുള്ള എല്ലാവർക്കും വിതരണം ചെയ്തു. ആ രാജ്യത്തും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും വലിയ വരൾച്ച ബാധിച്ചതിനാൽ തങ്ങളുടെ വീട്ടിൽ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് യാക്കോബ് തൻ്റെ മക്കളെ ഈജിപ്തിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ യാക്കോബിൻ്റെ മക്കൾ ജോസഫിൻ്റെ അടുക്കൽ വന്ന് ഭക്ഷ്യവസ്തുക്കൾ മേടിക്കുകയാണ്. ജോസഫിനെ അവർ മനസ്സിലാക്കിയില്ല. എന്നാൽ വന്നിരിക്കുന്നത് തങ്ങളുടെ സഹോദരങ്ങളാണെന്ന്
ജോസഫ് തിരിച്ചറിഞ്ഞു. വളരെ സ്നേഹത്തോടെ ജോസഫ് അവരോട് പെരുമാറിയെങ്കിലും ജോസഫിനെ അവർക്ക് മനസ്സിലായില്ല. പിന്നീട് ജോസഫ് നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എന്തിനു വന്നു എന്നും ഒക്കെ ചോദിച്ചുകൊണ്ട് അവരെ ആശയക്കുഴപ്പത്തിൽ ആക്കുന്നുണ്ട്. അവസാനം ജോസഫ് പറയുകയാണ്, നിങ്ങൾ കൃത്യമായിട്ട് ആരാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ വിടുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഒരു സഹോദരൻ ഇവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ ഇളയ സഹോദരനെ പോയി കൂട്ടിക്കൊണ്ടുവരിക, അപ്പോൾ നിങ്ങളെ മോചിപ്പിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ ജോസഫ് പറഞ്ഞതനുസരിച്ച് യാക്കോബിൻ്റെ അടുത്ത് ചെന്നിട്ട് സഹോദരങ്ങൾ പറയുകയാണ്, അവിടുത്തെ ദേശാധിപതിക്ക് ഞങ്ങളുടെ മേൽ സംശയം തോന്നുകയും ഞങ്ങളുടെ ഒരു സഹോദരനെ അവിടെ പിടിച്ചു വെക്കുകയും ചെയ്തു. ഞങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒരാളുടെ മക്കളാണെന്നും ഞങ്ങൾ ഇത്ര പേരുണ്ടെന്നും ഞങ്ങളുടെ ഒരു സഹോദരൻ മരിച്ചുപോയെന്നും ഏറ്റവും ഇളയ സഹോദരൻ അപ്പനോടൊപ്പം ഉണ്ടെന്നും ഒക്കെ ഞങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ആ ഇളയ സഹോദരനെ വിളിച്ചുകൊണ്ടുവരുവാൻ ദേശാധിപതി ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഇത് കേട്ട് ഏറെ സങ്കടത്തോടെ യാക്കോബ് തൻ്റെ മക്കളോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് ഈ ചതി ചെയ്തത്? എൻ്റെ ഒരു മകൻ മരിച്ചുപോയി, ഇപ്പോൾ ഇതാ അടുത്ത മകനും എനിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇത് ഞാൻ എങ്ങനെ താങ്ങും? അങ്ങനെ ജോസഫിനെ ഓർത്ത് തൻ്റെ മക്കളെ ഓർത്ത് യാക്കോബ് ഏറെ വേദനിക്കുന്നു. അവസാനം തൻ്റെ മക്കളുടെ നിർബന്ധപ്രകാരം യാക്കോബ് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ഇളയ മകനായ ബെന്യാമിനെ ഈജിപ്തിലേക്ക് ജോസഫിൻ്റെ അടുക്കലേക്ക് അയച്ചു. തൻ്റെ ഇളയ സഹോദരനെ കണ്ട് കരച്ചിൽ അടക്കാൻ വയ്യാതെ ജോസഫ് തൻ്റെ സഹോദരങ്ങളോട് സത്യം വെളിപ്പെടുത്തി. നിങ്ങൾ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു കളയുകയും പിന്നീട് ഈജിപ്തുകാർക്ക് വിൽക്കുകയും ചെയ്ത നിങ്ങളുടെ സഹോദരനായ ജോസഫാണ് ഞാൻ. വളരെ സ്നേഹത്തോടെ ജോസഫ് തൻ്റെ സഹോദരങ്ങളെ സ്വീകരിക്കുകയും തൻ്റെ ഭവനത്തിൽ അവർക്ക് വലിയ വിരുന്ന് ഒരുക്കുകയും ചെയ്തു. അതിനുശേഷം ജോസഫ് തൻ്റെ അപ്പനെയും സഹോദരങ്ങളെയും ഈജിപ്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും അവർക്ക് വാസസ്ഥലം അവിടെ ഒരുക്കുകയും ചെയ്തു. ജോസഫിൻ്റെ പിതാവിനെയും സഹോദരങ്ങളെയും ഏറെ ബഹുമാനത്തോടെയാണ് ഈജിപ്തുകാർ കണ്ടത്. അങ്ങനെ വളരെ സന്തോഷത്തോടെ ആ ദേശത്തിൻ്റെ ദേശാധിപതിയായി ജോസഫിന് ലഭിച്ച എല്ലാ അധികാരത്തോടും കൂടി ജോസഫ് അവിടെ ജീവിച്ചു. മരണസമയമായപ്പോൾ ജോസഫ് തൻ്റെ തലമുറക്കാരോട് പറഞ്ഞു, ദൈവം വാഗ്ദാനം ചെയ്ത ഒരു നാട്ടിലേക്ക് ദൈവം നിങ്ങളെ നയിക്കും. അന്ന് എൻ്റെ അസ്ഥികൾ കൂടി നിങ്ങൾ കൊണ്ടുപോകണം. ദൈവത്തിൻ്റെ വാഗ്ദാനപ്രകാരം ദൈവം ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദാന നാടിനെക്കുറിച്ച് പ്രത്യേക പരാമർശം നടത്തിക്കൊണ്ട് ജോസഫ് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി. ജോസഫിനെ അവിടെ അവർ സംസ്കരിച്ചു. പ്രിയപ്പെട്ടവരെ, ജോസഫിൻ്റെ ജീവിതം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ ജീവിതത്തിൽ നിന്ന് ഏറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് ഉണ്ട്. ഒന്നാമതായിട്ട്, സ്വന്തം സഹോദരങ്ങളാൽ ദ്വേഷിക്കപ്പെട്ടവനായിരുന്നു ജോസഫ്. ഒരു തെറ്റും ജോസഫ് ചെയ്തില്ല. ജോസഫ് ചെയ്തത് നന്മ മാത്രമായിരുന്നു. ജോസഫ് തൻ്റെ അപ്പനെയും തൻ്റെ സഹോദരങ്ങളെയും ഏറെ സ്നേഹിച്ചു. എന്നാൽ സഹോദരങ്ങൾക്ക് തോന്നിയ ഒരു തെറ്റിദ്ധാരണ, സഹോദരങ്ങൾക്ക് തോന്നിയ അസൂയ, സഹോദരങ്ങൾക്ക് തോന്നിയ വെറുപ്പ് ജോസഫിനെ ഏറെ സങ്കടത്തിലേക്കും പ്രയാസത്തിലേക്കും തള്ളിവിട്ടു. അങ്ങനെ ഏറെ ചെറുപ്രായത്തിൽ തന്നെ സഹോദരങ്ങളാൽ ഉപദ്രവിക്കപ്പെട്ട് തൻ്റെ വീടും തൻ്റെ പ്രിയപ്പെട്ടവരെയും തന്നെ ഏറെ സ്നേഹിക്കുന്ന അപ്പനെയും ഉപേക്ഷിച്ച് ഈജിപ്തിലെ ഒരു ഭവനത്തിൽ അടിമയായി ജീവിക്കുവാനായിട്ട് ജോസഫ് വിധിക്കപ്പെടുകയാണ്. എന്നാൽ ആ അടിമത്വത്തിൽ ദൈവത്തോടുള്ള അടിയുറച്ച വിശ്വാസവും സ്നേഹവും ജോസഫ് ഉപേക്ഷിക്കുന്നില്ല. ഓരോ ദിവസവും നന്മയേക്കാളേറെ തിന്മ ജോസഫിനെ തേടി വരുമ്പോഴും ദൈവസ്നേഹത്തിൽ, ആത്മീയ ജീവിതത്തിൽ, ദൈവത്തോടുള്ള ആത്മബന്ധത്തിൽ ബലപ്പെടാനായിട്ട് ജോസഫ് പരിശ്രമിക്കുകയാണ്. പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെട്ടവൻ അവിടെ നിന്ന് ഈജിപ്തിലേക്ക് വിൽക്കപ്പെടുന്നു. പൊത്തീഫറിൻ്റെ ഭവനത്തിൽ നിന്ന് കാരാഗൃഹത്തിലേക്ക്, പിന്നീട് രാജകൊട്ടാരത്തിലേക്ക്. സഹനത്തിൻ്റെ വഴിയിലൂടെ ജോസഫ് യാത്ര ചെയ്യുകയാണ്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ ജോസഫിനെ പോലെയുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയേക്കാം. എന്നെ ഏറെ സ്വാധീനിച്ച ചില സാഹചര്യങ്ങളും സംഭവങ്ങളും കൂടി ജോസഫിൻ്റെ ജീവിതത്തിൽ നിന്ന് ധ്യാനിച്ചിട്ട് നമ്മുടെ ജീവിതത്തോട് ജോസഫിൻ്റെ ജീവിതത്തെ നമുക്ക് ചേർത്ത് വയ്ക്കാം. പൊത്തീഫറിൻ്റെ ഭവനത്തിൽ എല്ലാ അധികാരങ്ങളോടും എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുമ്പോൾ എല്ലാ പാപവും തിന്മയും ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ജോസഫിൻ്റെ മുന്നിലേക്ക് വരികയാണ്. ജോസഫ് അന്വേഷിച്ചു പോകാതെ
പൊത്തിഫറിൻ്റെ ഭാര്യ ജോസഫിനോടൊപ്പം പാപം ചെയ്യാനായിട്ട് അവളുടെ ഇഷ്ടപ്രകാരം വരികയാണ്. എന്നാൽ ജോസഫ് അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ യജമാനനായ പൊത്തിഫർ അവൻ്റെ എല്ലാ കാര്യങ്ങളും എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ മേൽനോട്ടത്തിൽ നിന്ന് നിന്നെ മാത്രമാണ് അവൻ മാറ്റി നിർത്തിയിരിക്കുന്നത്. അത് നീ അവൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ്. സ്വാഭാവികമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: യജമാനനെല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനാൽ യജമാനൻ്റെ സ്നേഹത്തിനെതിരെ, യജമാനൻ്റെ വിശ്വാസത്തിനെതിരെ ഞാൻ എങ്ങനെയാണ് പാപം ചെയ്യുക എന്ന്. എന്നാൽ ജോസഫ് പൊത്തിഫറിൻ്റെ ഭാര്യയോട് പറയുന്നത് ഇപ്രകാരമാണ്: എൻ്റെ യജമാനൻ എന്നെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നിന്നോടൊപ്പം പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ ഞാൻ എങ്ങനെയാണ് വേദനിപ്പിക്കുക? അപ്പോൾ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തിൻ്റെ സുഖമോ, അവൻ്റെ സമ്പത്തോ, അവൻ്റെ പേരോ, അവൻ്റെ പ്രശസ്തിയോ, അവൻ്റെ സ്വാതന്ത്ര്യമോ ഒന്നും ജോസഫിന് വിഷയമല്ല. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോടുള്ള അവൻ്റെ ആത്മബന്ധത്തിലും ദൈവത്തോടുള്ള വിശുദ്ധമായ സ്നേഹത്തിലും എങ്ങനെ നിലനിൽക്കാം എന്നാണ് ജോസഫ് ചിന്തിക്കുന്നത്. ഒരുപക്ഷെ പൊത്തിഫറിൻ്റെ ഭാര്യയോടൊപ്പം പാപം ചെയ്തിരുന്നുവെങ്കിൽ ആ ഭവനത്തിൽ കുറേ കൂടി അധികാരത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ജോസഫിന് ലഭിക്കുമായിരുന്നു. എന്നാൽ പാപം ചെയ്യാത്തതിൻ്റെ പേരിലാണ് ജോസഫിന് തനിക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യം കൂടി നഷ്ടപ്പെട്ട് അന്യായമായിട്ട് ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ പലപ്പോഴും നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നന്മ ചെയ്യേണ്ടി വരുമ്പോൾ അതിൻ്റെ പേരിൽ സഹിക്കേണ്ടി വന്നേക്കാം. എന്നാൽ തിന്മ ചെയ്ത് സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടി വന്നേക്കാം. ഇത് നമ്മുടെ മുന്നിൽ വരുന്നൊരു വലിയ പ്രതിസന്ധിയാണ്. നന്മ ചെയ്തിട്ട് കാരാഗ്രഹത്തിലേക്ക് പോകുന്നു, തിന്മ ചെയ്തിട്ട് സന്തോഷിക്കുന്നു. നമ്മൾ എന്തായിരിക്കും തിരഞ്ഞെടുക്കുന്നത്? ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ജോസഫ് പറയുകയാണ്, ഞാൻ നന്മ ചെയ്തിട്ട് എനിക്ക് അടി കിട്ടുകയാണെങ്കിൽ, ഞാൻ നന്മ ചെയ്തിട്ട് കാരാഗ്രഹത്തിൽ പോവുകയാണെങ്കിൽ, ഞാൻ നന്മ ചെയ്തിട്ട് വേദനിക്കുകയാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. കാരണം അത് എൻ്റെ ദൈവത്തോടുള്ള ആത്മബന്ധത്തിൽ ഞാൻ സ്വീകരിക്കുന്നൊരു കാര്യമാണ്. എന്നാൽ തിന്മ ചെയ്ത് ലഭിക്കുന്ന സന്തോഷമോ, തിന്മ ചെയ്ത് ലഭിക്കുന്ന സമ്പത്തോ, തിന്മ ചെയ്ത് ലഭിക്കുന്ന പേരോ പ്രശസ്തിയോ ഒന്നും എനിക്ക് വേണ്ട. രണ്ടാമതായിട്ട്, തന്നെ ദ്രോഹിച്ച തൻ്റെ സഹോദരങ്ങളെ ദ്രോഹിക്കുവാനുള്ള എല്ലാ സാഹചര്യവും ജോസഫിൻ്റെ മുന്നിൽ വരികയാണ്. എന്നാൽ ജോസഫ് അവരെ ഉപദ്രവിക്കുന്നില്ല. വളരെ സ്നേഹത്തോടെ അവരെ ജോസഫ് സ്വീകരിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ജോസഫിൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ അന്യായമായി സഹിക്കപ്പെട്ടവനായിരുന്നു ജോസഫ്. തൻ്റേതല്ലാത്ത തെറ്റിൻ്റെ പേരിൽ, തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ജോസഫിന് ഏറെ സഹിക്കേണ്ടി വന്നു. എന്നാൽ ദൈവത്തെ കൂട്ടുപിടിച്ച് തൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനായിട്ട് അവൻ പരിശ്രമിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവനെ തേടിയെത്തുന്ന വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ ദേശാധിപതിയായിട്ട് അവൻ മാറി. അനേക ദേശങ്ങൾക്ക് അവൻ ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറി. പൊട്ടക്കിണറ്റിൽ നിന്ന് ഈജിപ്തിലെ സിംഹാസനത്തിലേക്കാണ് അവൻ കടന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ വിചാരിക്കാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും ഒക്കെ നമ്മൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. രണ്ടാമതായിട്ട്, നന്മ ചെയ്തിട്ട് സഹിക്കേണ്ടി വന്നാൽ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുക. മൂന്നാമതായിട്ട്, നമ്മളെ വേദനിപ്പിച്ചവരെ, നമ്മളെ ഉപദ്രവിച്ചവരെ, നമ്മളെ സങ്കടപ്പെടുത്തിയവരെ, നമ്മളെ അസ്വസ്ഥതപ്പെടുത്തിയവരെ ഒരവസരം കിട്ടുമ്പോൾ തിരിച്ചുപദ്രവിക്കാതെ, തിരിച്ച് വേദനിപ്പിക്കാതെ, തിരിച്ച് അസ്വസ്ഥതപ്പെടുത്താതെ ക്ഷമയോടെ സ്നേഹപൂർവ്വം അവരെ ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് പറ്റണം. അപ്പോൾ നമ്മുടെ ജീവിതം ദൈവീകമായി തീരും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ജോസഫും യേശുവും തമ്മിലുള്ള വലിയ സാമ്യം എന്ന് പറയുന്നത്, ജോസഫ് ഒരു തെറ്റും ചെയ്യാതെ തൻ്റെ ജീവിതത്തിൽ സഹിക്കേണ്ടി വന്നു. കർത്താവ് ഈശോ മിശിഹ ഒരു തെറ്റും ചെയ്യാതെ നമുക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിൽ സഹിക്കേണ്ടി വന്നു. സ്വന്തക്കാരാണ് ജോസഫിനെ ഉപദ്രവിച്ചത്. കർത്താവ് ഈശോ മിശിഹായെയും സ്വന്തക്കാരാണ് ഉപദ്രവിച്ചത്. അവസാനം കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, പിതാവ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. തന്നെ ദ്രോഹിച്ചവരോട് പോലും ക്ഷമിക്കുവാനായിട്ട് പിതാവിനോട് ആവശ്യപ്പെടുന്ന ഒരു ക്ഷമിക്കുന്ന സ്നേഹം കുരിശിൽ നമ്മൾ കാണുന്നുണ്ട്. ഈജിപ്തിൻ്റെ ദേശാധിപതിയായ ജോസഫിലും നമ്മൾ കാണുന്നത് ഇതാണ്.
തന്നെ ദ്രോഹിച്ച തൻ്റെ സഹോദരങ്ങളോട് ഉപാധികളില്ലാതെ ക്ഷമിക്കുവാനായിട്ട് ജോസഫിന് സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇപ്രകാരം നമ്മെ വേദനിപ്പിക്കുന്നവരെയും നമ്മെ ബുദ്ധിമുട്ടിക്കുന്നവരെയും നമ്മെ സങ്കടപ്പെടുത്തുന്നവരെയും ഒക്കെ സ്നേഹപൂർവ്വം ചേർത്ത് നിർത്തിക്കൊണ്ട് സഹനങ്ങളെ ദൈവത്തോട് ചേർന്ന് നിന്ന് ക്ഷമയോടെ സ്വീകരിച്ചുകൊണ്ട് തിന്മകളേക്കാൾ നന്മകൾ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.